കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡർ ജീക്സൺ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. താരം മെഡിക്കലിനും കരാർ ഒപ്പിടാനുമായി കൊൽക്കത്തയിലെത്തിയിരുന്നു. തായ്ലൻഡിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിൽ നിന്നാണ് താരം കൊൽക്കത്തയിലെത്തിയത്. ഇതോടെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ജീക്സൺ ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ ജീക്സൺ ക്ലബ്ബ് വിടാനുള്ള കാരണം ജീക്സൺ തന്നെയാണെന്നും ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയ പുതിയ കരാറിൽ താരം ഒപ്പുവെച്ചില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ജീക്സൺ ക്ലബ്ബ് വിടാനുള്ള കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. ജീക്സന്റെ ബ്ലാസ്റ്റേഴ്സ് കരാർ അടുത്ത സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിൽ അവസാനിക്കുന്നത്. എന്നാൽ താരത്തിന് 3 വർഷത്തെ പുതിയ കരാർ ബ്ലാസ്റ്റേഴ്സ് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഈ കരാറിൽ ഒപ്പിടാൻ താരം തയ്യാറായില്ല. ഇതോടെയാണ് താരം ഫ്രീ ഏജന്റ് ആവുന്നതിന് മുമ്പേ ബ്ലാസ്റ്റേഴ്സ് താരത്തെ വിറ്റത്. എന്നാൽ എന്തുകൊണ്ടാണ് ജീക്സൺ ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്ത കരാർ ഒപ്പിടാത്തത്? അതിനും ചില കാരണങ്ങളുണ്ട്. 2019 മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ് ജീക്സൺ. എന്നാൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ഒരൊറ്റ കിരീടം പോലും നേടിയിട്ടില്ല. കരിയറിന്റെ പ്രൈം ടൈമിൽ നിൽക്കുന്ന ജീക്സനെ ബ്ലാസ്റ്റേഴ്സിന്റെ കിരീടമില്ലായ്മ ഭയപ്പെടുത്തിയേക്കാം. മറ്റ് ദേശീയ താരങ്ങൾ അവരുടെ ക്ലബിനായി AFC ടൂർണമെന്റുകളിൽ അടക്കം കളിക്കുമ്പോൾ തന്റെ പ്രൈം ടൈം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പാഴാക്കുമോ എന്ന ഭയമായിരിക്കാം ജീക്സൺ ബ്ലാസ്റ്റേഴ്സിന്റെ 3 വർഷത്തെ ഓഫർ നിരസിക്കാനുള്ള കാരണം. നിലവിൽ ഈസ്റ്റ് ബംഗാളിൽ പോയതോടെ ജീക്സന് ഒരു ഇതിഹാസ ക്ലബിന്റെ ഭാഗമാവുകയും AFC ടൂർണമെന്റ് കളിക്കാനുള്ള അവസരവും ലഭിച്ചു. വലിയ ആരാധകരുണ്ട് എന്നത് ശരി തന്നെ, പക്ഷേ അതിനപ്പുറം ഇന്ത്യൻ ഫുട്ബോളിൽ പ്രകടനത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്നത് ജീക്സൺ അടക്കമുള്ള പല താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സുമായി അകറ്റുന്ന ഘടകമാണ്.